എല്ലാവർക്കും നമസ്കാരം. KM ബഷീർ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു സെമിനാറാണ്. ഈ സെമിനാറിൽ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ നടത്താനായി എനിക്ക് അനുമതി നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എനിക്കിവിടെ നൽകിയിട്ടുള്ള വിഷയം പൊതു ഇടങ്ങളിലെ പോരാട്ടങ്ങൾ തുല്യ മാനവികതയ്ക്കും തുല്യ പൗരത്വത്തിനും വേണ്ടി എന്നുള്ളതാണ്. ഒരു രാജ്യം എത്രത്തോളം പുരോഗമിക്കുകയും നവോത്ഥാനത്തിലേക്ക് കുതിക്കുകയും ചെയ്താലും പൊതു ഇടങ്ങളിലെ തുല്യത എന്ന ആശയം അതിൻ്റെ അടിസ്ഥാന മനുഷ്യാവകാശ ബോധത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ്. സ്കൂളുകളിലും തെരുവുകളിലും ഓഫീസുകളിലും ഓൺലൈൻ ലോകത്തും നാം സാധാരണയായി കാണുന്ന ചെറിയ സംഭവങ്ങൾ പോലും ചിലപ്പോൾ ഭരണഘടനാപരമായ നമ്മുടെ പ്രതിജ്ഞകളെ ചോദ്യം ചെയ്യുന്ന വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാറുണ്ട്. ഈ പ്രബന്ധത്തിൽ തുല്യ പൗരത്വം എന്ന ആശയത്തെ പൊതു ഇടങ്ങളിലെ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ എങ്ങനെ പരീക്ഷിക്കുന്നുവെന്ന് ആഴത്തിൽ അന്വേഷിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു സ്കൂളിലെ സമകാലിക സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു കേസ് സ്റ്റഡിയും ഇവിടെ അവതരിപ്പിക്കുന്നു. ഭരണഘടനയുടെ തുല്യതയുടെ പ്രസക്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ തുല്യത എന്ന ആശയം ഒരു പ്രധാന സ്ഥാനത്ത് നിലകൊള്ളുന്നു. നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പാക്കുന്നു. ഇത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ മൗലിക അവകാശങ്ങളിലൂടെ ജീവൻ തുടിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. തുല്യത ഉറപ്പാക്കുന്ന ചില പ്രധാന ആർട്ടിക്കിൾസ് അഥവാ അനുച്ഛേദങ്ങൾ ഇവയാണ്. അനുച്ഛേദം 14, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പക്ഷേ ഇവിടെ റീസണബിൾ റെസ്ട്രിക്ഷനുണ്ട് തുല്യരാണ് എന്ന് പറയുമ്പോഴും. അനുച്ഛേദം 14, മതം, ജാതി, ലിംഗം, വംശം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ളൊരു വിവേചനവും അനുവദനീയമല്ല. അനുച്ഛേദം 16, പൊതു തൊഴിലുകൾ എല്ലാവർക്കും അവസര സമത്വം ഉറപ്പാക്കുന്നു. അനുച്ഛേദം 17, അയിത്തം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അനുച്ഛേദം 21, ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും സംരക്ഷിക്കുന്നു. നോ മാൻ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ലിബർട്ടി അൺലെസ് അണ്ടിൽ സപ്പോർട്ടഡ് ബൈ എ ലോ. 21 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ലീഗൽ സൈഡിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. അനുച്ഛേദം 38 സബ് ക്ലോസ് 2, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ നടപടി എടുക്കേണ്ടതുണ്ട്. ഈ തത്വങ്ങൾ കടലാസിൽ ഒതുങ്ങേണ്ടവയല്ല, മറിച്ച് നമ്മുടെ പൊതു ഇടങ്ങളിലൂടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവയാണ്. പൊതു ഇടങ്ങൾ തുല്യതയെ പറ്റിയുള്ള നിയമപരമായ പരിണാമങ്ങൾ. ഇന്ത്യൻ നിയമവ്യവസ്ഥ പൊതു ഇടങ്ങളിൽ തുല്യത ഉറപ്പാക്കാൻ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. സുപ്രധാനമായ ചില കോടതി വിധികൾ ഞാനിവിടെ പരാമർശിക്കുകയാണ്. NM തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1976 ഒരു കേസാണ്, സുപ്രീം കോടതിയുടെയാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിയമപരമായ വ്യത്യാസങ്ങളിലൂടെ മുൻഗണന നൽകുന്നത് തുല്യതയ്ക്കെതിരല്ലെന്ന് ഈ വിധി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഏറ്റവും പ്രശസ്തമായ ഒരു കേസാണ്. 1992 സംവരണത്തെ സംബന്ധിച്ച കേസാണിത്. സംവരണം തുല്യതയ്ക്ക് വിരുദ്ധമല്ല, മറിച്ച് സാമൂഹ്യ നീതി നേടുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് ഈ വിധി ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാസ് ഫൗണ്ടേഷൻ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് NCT ന്യൂഡൽഹി 2009 ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും ലൈംഗിക സ്വാതന്ത്ര്യത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം നൽകാൻ ഈ വിധി വഴിയൊരുക്കി. ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 അതിപ്രശസ്തമായ ഒരു വിധിയാണ്. സ്വകാര്യത, വ്യക്തിമാന്യതയും തുല്യതയുടെ അവിഭാജ്യ ഘടകങ്ങളെയാണ് ഈ ചരിത്രവിധി
പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റിസ് പുട്ടസ്വാമിയുടെ കേസ്, ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2018, ശബരിമല കേസിൽ സ്ത്രീകളുടെ ആരാധനാവകാശം തുല്യ പൗരത്വാവകാശമാണ് സുപ്രീം കോടതി വിധിച്ചു. ഈ വിധികൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ പൊതു ഇടങ്ങളിൽ തുല്യത എത്രത്തോളം വിലമതിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. മൗലവിയും ബഷീറും പ്രതിപാദിച്ച തുല്യതയുടെ ദർശനം പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താക്കളായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും KM ബഷീറിൻ്റെയും ദർശനങ്ങൾ തുല്യത എന്ന ആശയത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യാഭ്യാസത്തെ മതത്തിൻ്റെ അതിർവരമ്പുകളിൽ നിന്നും മോചിപ്പിച്ച് മനുഷ്യനെന്ന നിലയിൽ അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. KM ബഷീർ തൻ്റെ എഴുത്തിലൂടെയും ജീവിതത്തിലൂടെയും മതപരവും ജാതീയവുമായ ചങ്ങലകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. മനുഷ്യൻ്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ആധുനിക കേരള സമൂഹത്തിൽ തുല്യതയുടെ പ്രാധാന്യം വിളിച്ചോതി. പൊതുയിടങ്ങളിൽ തുല്യത നേരിടുന്ന വെല്ലുവിളികൾ. നിയമങ്ങളും ദർശനങ്ങളും ഉണ്ടായിട്ടും പൊതു ഇടങ്ങളിൽ തുല്യത പലപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വർണ്ണവിവേചനത്തിൻ്റെ സൂക്ഷ്മരൂപങ്ങൾ നേരിട്ടുള്ള വിവേചനം കുറഞ്ഞുവെങ്കിലും തൊലിയുടെയും നിറത്തിൻ്റെയും സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെയും പേരിൽ പലപ്പോഴും സൂക്ഷ്മമായ വേർതിരിവുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ലിംഗസമത്വം സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ ഇപ്പോഴും പലതരത്തിലുള്ള വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട്. യാത്രകളിലും ജോലിസ്ഥലങ്ങളിലും പൊതുപരിപാടികളിലും ഇത് പ്രകടമാണ്. മതപരമായ ഒറ്റപ്പെടുത്തുകൾ, മതപര വിശ്വാസങ്ങളുടെയും വസ്ത്രധാരണത്തിൻ്റെയും പേരിൽ ചില വ്യക്തികളെയും സമൂഹങ്ങളെയും ഒറ്റപ്പെടുത്തുന്ന പ്രവണതകൾ പൊതു ഇടങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ സുതാര്യമില്ലായ്മ, നിയമപരമായ അവസര സമത്വം ഉണ്ടായിട്ടും പലപ്പോഴും തൊഴിൽ മേഖലകളിൽ വ്യക്തിപരമായ ബന്ധങ്ങളും അസമത്വങ്ങളും കഴിവിനേക്കാൾ പ്രാധാന്യം നേടുന്നുണ്ട്. ഓൺലൈൻ പൊതുവേദികളിലെ വിവേചനം, സൈബർ ഇടങ്ങൾ പുതിയ പൊതു ഇടങ്ങളായി മാറിയതോടെ വംശീയവും ലിംഗപരവുമായ അധിക്ഷേപങ്ങളും വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചാരണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു സ്കൂളിൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കേസ് സ്റ്റഡി. സ്ഥലം ഒരു മാധ്യമിക സ്കൂൾ, മലപ്പുറം ജില്ലയാണ്. സംഭവം 2024 മലപ്പുറത്തെ ഒരു സർക്കാർ സ്കൂളിൽ ആര്യൻ എന്ന ദളിത് വിദ്യാർത്ഥി 6ാം ക്ലാസ്സിൽ ചേർന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ അവൻ കളികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ലൈബ്രറിയിൽ നിന്നും പുസ്തകം വാങ്ങാൻ പോയപ്പോൾ നിനക്ക് ഈ പുസ്തകങ്ങൾ എന്തിനാണ് എന്ന ചോദ്യം നേരിടേണ്ടി വന്നു. അതേ ക്ലാസ്സിലെ ഷാഹിന എന്ന മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ച് ക്ലാസ്സിലെത്തിയപ്പോൾ പലരിൽ നിന്നും പരിഹാസം നേരിട്ടു. കൂടാതെ സ്കൂളിൽ ഭക്ഷണത്തിൽ പങ്കെടുത്ത ഒരു ആദിവാസി കുട്ടിയോട് നിൻ്റെ വീട്ടിലെ ഭക്ഷണം ആരും കഴിക്കില്ല എന്ന ചില കുട്ടികൾ നിരന്തരം പരിഹസിച്ചു. സ്കൂൾ മാനേജ്മെൻറ്റ് ഇടപെടൽ. ഈ സംഭവങ്ങൾ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ഉടനടി വിഷയത്തിൽ ഇടപെട്ടു. സ്കൂളിൽ സഹിഷ്ണുത, കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ബോധവൽക്കരണ പരിപാടികൾ നടത്തി. കൂട്ടായ്മ വളർത്തുന്നതിനായി അനുഭവപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഈ ഇടപെടലുകൾ മാറ്റത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചു. കുട്ടികൾക്കിടയിൽ പരസ്പര ബഹുമാനം വളർത്താനും വിവേചനങ്ങൾ കുറയ്ക്കാനും ഇത് സഹായകമായി. ഈ കേസ് സ്റ്റഡി വ്യക്തമാക്കുന്നത് നിയമങ്ങൾ മാത്രം പോരാ, അവബോധവും നിരന്തരമായ ഇടപെടലുകളും വിവേചനങ്ങളെ ചെറുക്കുന്നതിന് അനിവാര്യമാണ്. തുല്യത എന്നതൊരു നിയമപരമായ വാക്ക് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു മൂല്യമാണ്. പൊതു ഇടങ്ങളിൽ എല്ലാവർക്കും ഉള്ളതാണെന്ന് ഉറപ്പാക്കാൻ നിയമങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും ഓരോ വ്യക്തിയുടെയും മനസാക്ഷി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ഓരോ പൊതു ഇടത്തിലും തുല്യതയുടെ ശബ്ദമുയർത്തേണ്ടതുണ്ട്.
സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും പൊതുപരിപാടികളിലും പാഠപുസ്തകങ്ങളിലും എല്ലാ മേഖലകളിലും നാം ഈ വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. തുല്യ അവസരങ്ങളും തുല്യവേദികളും സൃഷ്ടിക്കുന്നത് നമ്മുടെ ഭരണഘടനയോടുള്ള ഏറ്റവും വലിയ ആദരവായിരിക്കും. തുല്യത എന്ന ആശയം നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ നാം ഇനിയും എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഒരേ കോടതിയിൽ തന്നെ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ CDRC ആണ്. അപ്പോൾ CDRCയിൽ 2 കക്ഷികൾ അവിടെ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അതിൽ ഹസ്ബൻഡും വൈഫാണ്. അപ്പോൾ ഹസ്ബൻഡിന് അനുകൂലമായ വിധി എത്രയോ വർഷത്തിന് മുമ്പ് ഉണ്ടാകുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് വൈഫിൻ്റെ അതായത് എതിർകക്ഷി കേസിൻ്റെ സ്വഭാവം എല്ലാം ഒന്ന് തന്നെയാണ്. എന്നിട്ട് അത് നാഷണൽ കമ്മീഷനിൽ പോയി NCDRC പോയിട്ട് സാങ്കേതിക കാരണം പറഞ്ഞ് സ്റ്റേറ്റ് കമ്മീഷനിലും അത് തള്ളിയിട്ട് അവിടെയും പോയിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ റിട്ടായിട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റിസ് ഗോപിനാഥൻ്റെ മകനാണ് ഇപ്പോൾ കേസ് വാദിക്കുന്നത്. അപ്പോൾ ഇതെന്ത് തുല്യതയാണ് സാർ? ഈ കേസുകളെ സംബന്ധിച്ച് ഞാനും ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റായിരുന്ന ഒരാളാണ്. ആറ്റിങ്ങൽ മജിസ്ട്രേറ്റായിട്ടാണ് അവസാനമായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചത്. ഞാൻ നിയമവകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറിയാണ്. ഡെപ്യൂട്ടേഷനിലാണ് ഞാൻ മജിസ്ട്രേറ്റായിട്ട് പോയത്. പക്ഷെ നമ്മളെ മുമ്പിൽ വരുന്ന ഓരോ കേസുകളും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് അസസ് ചെയ്യുന്നത്. നമ്മൾ ഒരു കേസ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ബ്ലാങ്കാണ്. എൻ്റെ മുന്നിൽ എന്തൊക്കെ തെളിവുകളുണ്ട് എന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് ഞാൻ ആ കേസിലേക്ക് പോകുന്നതും വിധിന്യായം എഴുതുന്നതും. അല്ലാതെ എൻ്റെ മുമ്പിൽ വ്യക്തികളില്ല, തെളിവുകൾ മാത്രമാണ്. അപ്പോൾ CDRC സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ ഇരിക്കുന്ന CDRCയിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് സുധീന്ദ്രകുമാറാണ്. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിരുന്ന സമയത്ത് ആയിരുന്നു ഞാനിവിടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റായിരുന്നു. ഇത്രയും നന്നായി കാര്യങ്ങൾ അസസ് ചെയ്യുന്ന അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഞാൻ പരാമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാനസിക അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്, ഒരു ജസ്റ്റിസാണ്. അദ്ദേഹം എവിഡൻസ് അസസ് ചെയ്ത് മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ. ഇപ്പോൾ സാറ് പറഞ്ഞ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഭാര്യയും ഭർത്താവും കൊടുക്കുമ്പോൾ ഭർത്താവിൻ്റെ കേസ് പരിഗണിക്കുകയും ഭാര്യയുടെ കേസ് തള്ളുകയും ചെയ്യുമ്പോൾ അതിലെന്ത് നീതി, എന്ത് തുല്യത എന്നുള്ളത്. പക്ഷേ സാറ് അറിയേണ്ട ഒരു കാര്യം, ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ ഇറ്റ് ഈസ് ടോട്ടലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി എവിഡൻസ് വിച്ച് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദാറ്റ്. അത് സാറൊന്ന് മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അതിൽ കൂടുതൽ ഒരു ജുഡീഷ്യറിയിൽ ഇരുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിൽ കൂടുതൽ പറയാൻ എനിക്ക് പരിമിതിയുണ്ട്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. സമൂഹം ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടതിനും നിയമം പാലിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വോട്ട് ബാങ്കുകൾ വർഗീയാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇടപെടലുകൾ സ്കൂളിൽ കൊച്ചുകുട്ടികൾ ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്നതിനേക്കാൾ സമൂഹത്തെ തന്നെ ഇതൊരു ക്യാൻസറായിട്ട് ബാധിച്ചിരിക്കുന്നത് ചികിത്സിച്ച് മാറ്റുവാൻ എന്ത് ചെയ്യാനാവും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ആർട്ടിക്കിൾ 15 വളരെ വ്യക്തമായിട്ട് അനുച്ഛേദം 15 ഭരണഘടന, നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ഭംഗിയായി എഴുതിയിട്ടുള്ള ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഭരണഘടന. അതിൽ ആർട്ടിക്കിൾ 15 തന്നെ പറയുന്നുണ്ട്, മതം, ജാതി, ലിംഗം, വംശം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനവും അനുവദനീയമല്ല എന്ന് ഭരണഘടനയാണ്. എല്ലാ നിയമങ്ങളെയും സംബന്ധിച്ചിടത്തോളം എല്ലാ നിയമങ്ങളും ഈ ഭരണഘടനയുടെ കീഴിലാണ് വരുന്നത്. ഇപ്പോൾ അസംബ്ലിയെ സംബന്ധിച്ച് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പം ഫെബ്രുവരിയിൽ റിട്ടയർ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ അവിടെ നിയമസഭയിൽ വരുന്ന എല്ലാ നിയമങ്ങളുടെയും ലീഗൽ ഒബ്ജക്ഷൻ എഴുതുന്ന ഒരു നിയമവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ലീഗൽ ഒബ്ജക്ഷൻ എഴുതുന്ന ഒരാളാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഭരണഘടനയെ ഭരണഘടനയിലെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്ന നമ്മളിലൊരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. അങ്ങ് പറഞ്ഞ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
നമുക്ക് ഓരോ വ്യക്തിയും അതിനനുസരിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരതിനനുസരിച്ചൊരു മാറ്റം ഉള്ളിലുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലേക്ക് ഒരു സമത്വത്തിലേക്ക് ഭരണഘടന പറയുന്ന 15-ൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മലപ്പുറം സ്കൂളിൽ നടന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, അത് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ബോധവത്കരണം കൊടുത്തു. നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞതുപോലെ ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ബോധവത്കരണം ആദ്യം വരണം. ആ സ്കൂളിൽ അവർ ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് അത് നമ്മളൊരു ഓർഗനൈസേഷൻസ് ലൈക്ക് ദിസ്, ഇങ്ങനത്തെ മലപ്പുറത്തായാലും നമ്മുടെ ട്രിവാൻഡ്രത്തായാലും എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു പങ്ക് അതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് വന്നത് ഇത് പറഞ്ഞപ്പോഴത്തേക്ക്. നമ്മളതുവരെ അത് നടന്നതിന് ശേഷം പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിന് പകരം അത് കറക്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ദാറ്റ് ഇസ് നീഡഡ്. ഓക്കെ, മാഡത്തിൻ്റെ പേരെന്താണ്? ഓക്കെ. മാഡം, ഈ മലപ്പുറം സ്കൂളിൻ്റെ ഒരു വിഷയം ഞാനിവിടെ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് അപ്രൂവ് ചെയ്ത് എനിക്കൊരു മെയിൽ വന്നു. അതിനുശേഷം രണ്ടാമത് വന്ന ഒരു മെയിലാണ് നിങ്ങളുടെ പ്രബന്ധം അംഗീകരിച്ചിട്ടുണ്ട്, ഒരു കേസ് സ്റ്റഡി അതിൽ ഉൾപ്പെടുത്തണമെന്ന്. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എൻ്റെ കൂടെ പഠിച്ച മലപ്പുറത്തെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു. ആ സുഹൃത്ത് വഴിയാണ് ഈ ഒരു കേസ് സ്റ്റഡിയുടെ അനുഭവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഞാനിത്. പക്ഷേ അദ്ദേഹം ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നുള്ള നിലയിൽ അവർ സഡനായിട്ട് തന്നെ അതിൽ ഇടപെടുകയും അത് പിന്നീട് ഒരിക്കലും ആവർത്തിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. മാഡം പറഞ്ഞ് ശരിയാണ്, അവയർനെസ് ആവശ്യമാണ്. അത്തരത്തിൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഗോപകുമാർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് അത് മുൻകൈയെടുത്ത് അതിനുവേണ്ടി അഡ്വക്കേറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹമൊക്കെ അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവയർനെസ് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വരികയുള്ളൂ. ഓക്കെ, മാഡം ചോദിച്ച വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, താങ്ക് യു മാഡം. പൊതുവിടവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ താങ്കൾ സജസ്റ്റ് ചെയ്തൊരു സൊല്യൂഷൻ. നമ്മൾ കുറച്ചുകൂടെ അവെയർ ആകണം. കേരളം പോലുള്ള സംസ്ഥാനത്ത് വളരെ വേഗം പൊതുവിടങ്ങൾ അപ്രത്യക്ഷമാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സംഘടിതമായ കടന്നുകയറ്റമാണ്. ഉദാഹരണം, രാഷ്ട്രീയ പാർട്ടികൾ കൊടി ഉണ്ടാക്കുന്നു, പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നു. റിലീജിയസ് ഓർഗനൈസേഷൻസ് പൊതു താല്പര്യത്തിന് വിരുദ്ധമായി സ്വന്തമാക്കുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സാഹചര്യം സംഘടിതമായി നിലനിൽക്കുമ്പോൾ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ളവരും നിസ്സംഗരായി തുടരുമ്പോൾ ആ വിവേചനം തന്നെ റീഡിഫൈൻ ചെയ്യേണ്ടതല്ലേ? പൊതുവായി ബസ് കാത്താൻ നിൽക്കുന്ന സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെയോ റിലീജിയസ് ഓർഗനൈസേഷൻ്റെയോ പിന്നെ നിയമവിരുദ്ധമായ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഇടിച്ചാൾ മരിക്കുന്നു. അപ്പം വിവേചനം എന്ന് പറയുന്നത് പൊതു ഇടത്ത് മനുഷ്യ സഹജമായ മനുഷ്യനിർമ്മിതമായ വിവേചനം മാത്രമല്ല, സിസ്റ്റമിക് ഫെയിലുവറിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ഇനാക്ടിവിസത്തിൻ്റെയും ഭാഗമായിട്ടുള്ള അതിരൂക്ഷമായ വിവേചനം കേരളത്തിലെ ഒരു പൊതു പ്രശ്നമല്ലേ? അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുമുണ്ട്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണമില്ലായ്മയാണ് ഇതിൻ്റെ കാരണമെന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എഴുതി വച്ചിട്ടുള്ള, അംബേദ്കർ എഴുതി വച്ചിട്ടുള്ള ഈ ഭരണഘടന ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ അത്തരത്തിലുള്ളൊരു മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് പരിഹരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങ് തന്നെ ഭരണഘടനയെക്കുറിച്ച് ആ ചോദ്യവും ഉത്തരവും അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.